സോ ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് മുതലൊരു വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇന്ന് മുതൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഗൈസ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, മെയിൻലി ക്യാമറ ഫിയർ കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോ ഗൈസ്. ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സത്യം പറയാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ക്യാമറയിൽ നോക്കി പറയാനായിട്ടൊക്കെ. സോ ഗൈസ് നിങ്ങളൊന്ന് ക്ഷമിക്കുക. സോ ബെഡ് ചെയ്ത് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ് ഫസ്റ്റ് തിങ് പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. ഫസ്റ്റ് തിങ് ഞാൻ പല്ല് തേച്ചിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ഫ്രിഡ്ജ് തുറന്ന് നോക്കലാണ്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് എടുക്കേണ്ട സാധനമാണ് ഗൈസ്. 1 2 ആണ് നമുക്ക് വേണ്ട ആദ്യത്തെ സാധനം. 2 മുട്ട ഗൈസ്. ദെൻ ഗോ ടു ദ കിച്ചൺ ഗൈസ്. പാത്രം ഓൾറെഡി സെറ്റായിരിക്കും സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് എടുക്കാം. നമുക്ക് 2 മുട്ട ഓംലേറ്റ് അടിക്കാം. സോ ഗൈസ് നമ്മൾ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഗൈസ് സവാള ഇടും ഓംലേറ്റിൽ? ഞാൻ സാധാരണ സവാള ഇടും കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ കഴിച്ചാലും സവാള ഇടും. എനിക്ക് ഈ സവാള ഇല്ലാണ്ട് ഓംലേറ്റ് കഴിക്കുന്നതേ ഇഷ്ടമല്ല. ആക്ച്വലി തീരെ ഇഷ്ടമല്ല സവാള ഇല്ലാണ്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. ചിലവർക്ക് പക്ഷെ അങ്ങനെയല്ല, സവാള പ്ലെയിനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ 2 മുട്ടയാണ് കേസ് എടുത്തേക്കുന്നത്. ചൂട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അധികം അടിയിൽ പിടിക്കില്ല. ചൂട് കുറച്ച് വെക്കുക, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. കുറച്ച് ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് കേസ്. എന്നാലും ഞാൻ എപ്പോൾ ഇട്ടാലും ഉപ്പ് കുറഞ്ഞു പോകുന്നേ, അതാണ് പ്രശ്നം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേസ്. ചട്ടക്കം ഇവിടെ ഇതൊന്നും ഭാഗ്യോടെ. ഞാൻ സാധാരണ എപ്പോഴൊക്കെ പൊരിച്ച് മീൻസ് ഓംലേറ്റ് ഉണ്ടാക്കി മറിച്ചാലും പൊട്ടും കേസ്. എന്തോ ഭാഗ്യോട്ടെ ആദ്യം അങ്ങനെ പ്രശ്നമൊന്നും പറ്റിയില്ല. സാധാരണ മിക്കപ്പോഴും പൊട്ടൂടെ. വീഡിയോ എടുക്കുന്ന ദിവസം പൊട്ടിയില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. സാറിന് എല്ലാ ദിവസവും ഞാൻ പൊട്ടിച്ചിട്ടായിരിക്കും എടുക്കണം, മറിച്ചിട്ടായിരിക്കും എടുക്കണം. ഭയങ്കര അത്ഭുതം കേസ്. സോ നമുക്ക് കഴിഞ്ഞ കേസ് ഞങ്ങൾ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി കേസ്. മുട്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രാവിലെ തന്നെ ഞാൻ ഡബിൾ ബുൾസ് അടിക്കും. എന്നിട്ട് നേരെ അല്ലെങ്കിൽ ഓംലേറ്റ് അല്ലെങ്കിൽ ഈ മുട്ടയാണ് മെയിൻ രാവിലെ കഴിക്കുന്നത്. മുട്ട അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കാറില്ല. നേരെ ഞാൻ ജിമ്മിൽ പോകും. നമുക്ക് ജിമ്മിൻ്റെ അവിടെ പോകണം. ജിമ്മ് പോകണം. ആക്ച്വലി ലേറ്റായി. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞു. ഈ സമയമാകുമ്പോൾ സാറിന് ജിമ്മിൻ്റെ അവിടെ എത്തും. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ എൻ്റെ തടിയുടെയൊക്കെ കാര്യം. ഞാൻ അങ്ങനെ വലിയ ഹെൽത്ത് നോക്കണ ആളൊന്നുമല്ല ഗൈസ്. ഹെൽത്ത് നോക്കണ ആളല്ല. നമ്മളെല്ലാവരും ഹെൽത്തൊക്കെ നോക്കും. പക്ഷെ ഒറ്റൊരു പ്രശ്നമുള്ളൂ, നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് നന്നായിട്ട് കഴിക്കും. പ്രത്യേകിച്ച് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. ജിമ്മിൽ പോകും എല്ലാ ദിവസവും, പക്ഷെ നന്നായിട്ട് ഫുഡ് കഴിക്കും. അതിനോടെ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതൽ ഫുഡ് വ്ളോഗ് പരിപാടികൾ പിടിക്കാനാണ്. ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഗൈസ്. കുറേ ഇങ്ങനത്തെ വ്ളോഗ് പിടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? പിന്നെ ഞാൻ എപ്പോഴാണ് മരണമാസിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ട് പോയതാ. 3-4 മാസമായി. ഞാൻ സാധാരണ എല്ലാ പടത്തിനും, ഒട്ടുമിക്ക പടത്തിനും പോകാറുണ്ട്. കാരണം എനിക്ക് ഓഫറുണ്ട്. PVRൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കൂപ്പൺ കിട്ടും. അപ്പോൾ PVRൽ നമുക്ക് റിഡീം ചെയ്യാം മൂവി ടിക്കറ്റിന്. അപ്പോൾ അത് ലാഭമാണ് കേസ്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക സിനിമക്ക് പോകാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മടി, ക്യാമറ ഫിയർ, അതുകൊണ്ട് തന്നെയാണ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഇനി എന്ത് നോക്കാനാ കേസ്, എന്ത് ക്യാമറ ഫിയർ. ഞാനാകെ ഇപ്പോൾ റൂമിൽ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് റൂം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും കുറേയൊക്കെ
വളരെയധികം പൂപ്പലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് അതേപോലെയാണ്. അപ്പോൾ ആ പൂപ്പലൊക്കെ പതുക്കെ നമുക്ക് തുടച്ച് മാറ്റണം. അതിനൊരു സ്റ്റാർട്ടിങ് ആണ് ഈ വീഡിയോ. ഇത് അടിപൊളിയായിട്ട് ഓംലേറ്റ് ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇതിൽ ഉപ്പ് കുറഞ്ഞു ഗൈസ്. ഉപ്പ് കുറഞ്ഞു. എനിക്ക് എപ്പോഴും അതെ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനാണെങ്കിൽ കൂടുതൽ ഇട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയാൽ ഒട്ടും കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ. കുറഞ്ഞു വേറെ കുഴപ്പമില്ല. So let's go to the gym guys. Let's go. So guys, let's go to the gym. എങ്ങനെയുണ്ട് ഗൈസ് കണ്ണാടി? Let's go to the gym. ഇവിടെ കണ്ട ഗൈസ്, ഇവിടെ വീട് പൊളിക്കാനാണ് ഗൈസ്. പുറത്ത് താക്കോലെടുത്തില്ല. അവിടെ ഇവിടെ തന്നെ ഉണ്ട്. പുറത്ത് കണ്ടോ ഗൈസ്. പൊളിക്കാനുണ്ടോ ഒരു പൊക്കത്തേക്ക് പണിയാൻ പോണ കേസ്. വണ്ടി ദിസ് ഇസ് മൈ വണ്ടി അല്ല, പൊക്കത്തേക്ക് പണിയാൻ പോണ കേസ്. സോ ലെറ്റ്സ് ഗോ ടു ദ ജിം ഗൈസ്. സോ ഗൈസ്, ഞാനുണ്ടല്ലോ ഒരു ജിമ്മിന് ഇറങ്ങി ജസ്റ്റ് ഞാനിപ്പോൾ അതേ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കണം. ഇത് ഗൈസ് പോളക്കണ്ടം മാർക്കറ്റാണ്. പിന്നെ എനിക്ക് ജിമ്മ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ് ഉള്ളിലൊക്കെ. പക്ഷെ അവന്മാരിങ്ങനെ ബ്രോ അത് അങ്ങനെ പറ്റത്തില്ല, ജിമ്മിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, പെർമിഷനൊക്കെ വേണം. പെർമിഷൻ വേണമെങ്കിൽ മുതലാളിൻ്റെ അടുത്ത് ചോദിക്കണം. മുതലാളി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം ലാപ്സ് പോലെ എടുക്കണം എന്നുണ്ടായിരുന്നു കേസ്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്യണ ആ ഒരു പരിപാടിയൊക്കെ ഇല്ലേ. ഇന്ന് ജസ്റ്റ് ചെസ്റ്റാണ് ഞാൻ കളിച്ചത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് കേസ്. ഇന്ന് മമ്മി ശരിക്കും ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ആക്ച്വലി 2 കവർ പാല് മേടിക്കാം. യെസ് 2 കവർ പാല് മേടിക്കാം. 2 ബീഫും മേടിക്കാം. 2 കവർ പാല്. ആ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വീടിൻ്റെ അടുത്തേ പണി നടക്കണോണ്ട് മൊത്തം പൊടി വണ്ടിയിൽ ഇതാക്കിയിട്ടുണ്ട്. കണ്ടോ, സീറ്റിൽ മൊത്തം പൊടിയാണ് കേസ്. ലെറ്റ്സ് ഗോ ടു ദ മാർക്കറ്റ് ഗൈസ്. ഇവിടെ എല്ലാ പച്ചക്കറിയും കിട്ടും. പക്ഷെ ഇവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ നിങ്ങൾക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതാണ് അവിടുത്തെ ഒരു സംഭവം. അതും ഫ്രഷ്. ഇവിടുത്തെ ഫ്രഷ് തന്നെയാണ്, പക്ഷെ വിലയുടെ ഒരു പ്രശ്നം. ഞാൻ പതിവായിട്ട് ഇവിടെ നിന്നാണ് ഇറച്ചി മേടിക്കുന്നത്. ചേട്ടാ ബീഫ് ഒരു 300 രൂപക്ക്. 300 രൂപക്ക് മതി ചേട്ടാ. നമ്മളെ ഇറച്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട ആ ഇപ്പം ആയിക്കോട്ടോ. വെള്ളം എടുക്കാം. ഇതുകൊണ്ട് കുറച്ച് കാര്യമുണ്ട് നമുക്ക്. സോ ഗൈസ്, വീട്ടിലെത്തിയിട്ട് നമ്മൾ ജിമ്മിൽ നിന്ന് പോയി വീട്ടിലെത്തിയിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ വെള്ളം ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഇതിൽ ക്രിയാറ്റിൻ അടിക്കുക. അതാണ് നമ്മളെ പരിപാടി. ക്രിയാറ്റിൻ മാത്രമല്ല ഗൈസ്, നമ്മുടെ കയ്യിൽ വേ പ്രോട്ടീൻ ഉണ്ട്. എനിക്കൊന്ന് കാണിച്ചു തരാം. സോ ഇതുണ്ടോ, ഇത് നമ്മുടെ ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെ സ്റ്റാൻഡേർഡ് വേ പ്രോട്ടീൻ, ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ. ഇത് ഡബിൾ റിച്ച് ചോക്ലേറ്റ് ആണ്. ഇത് അത്ര പോരാ ഗൈസ്. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരു പ്രാവശ്യം ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ മേടിച്ച് കഴിച്ചതാണ് ഗൈസ്. അതായത് ഫ്രണ്ട് അത് ഉപയോഗിക്കണ്ടായിരുന്നു. അപ്പോൾ 2-3 സ്കൂപ്പ് കൊണ്ടുവന്നതാണ് അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റാണ് ഗൈസ് മിൽക്ക് ചോക്ലേറ്റ്. അതിന് വിലയും കൂടുതലാണ്, പക്ഷെ അത് അവൈലബിലിറ്റിയും വളരെ കുറവാണ്. ഞാൻ പിന്നെ ആ സമയത്ത് ഓഫർ കിട്ടിയപ്പോൾ പിന്നെ ഇത് ഓഫറല്ല, വിലക്ക് ഇതാണ് മേടിച്ചത്. പിന്നെ ഇത് മസിൽ
ടെക്കിൻ്റെ നൈട്രോടെക് റിപ്പിഡ്. ഇത് അടിപൊളി സാധനമാണ്. ചോക്ലേറ്റ് ഫുഡ് ഫ്ലേവറാണ്. കണ്ടില്ലേ, ചോക്ലേറ്റ് ഫുഡ് ബ്രൗണി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്തേക്കണേ. ടേസ്റ്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത്. ഇത് എന്തുകൊണ്ട് മേടിച്ചതെന്ന് പറഞ്ഞാൽ റിപ്പിഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾക്ക് നോക്കി അറിയാൻ പറ്റും. ജസ്റ്റ് കാണിച്ചിട്ടുണ്ടോ, ഇവിടെ എൽ കെരാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഐറ്റംസ് ഇടുന്നുണ്ട്. അതായത് ഇത് 500 ഗ്രാം എൽ കെരാറ്റിൻ, എൽ ടെർട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് തടി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ ഇത് 30 ഗ്രാം പെർ സ്കൂപ്പ് സൈസ് കൂടുതലാണ്. ഇതിൻ്റെ പെർ സ്കൂപ്പ് 30 ഗ്രാം പ്രോട്ടീനാണ്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അതായത് ഫ്ലേവർ വൈസാണ് ഞാൻ പറഞ്ഞത്, അടിപൊളി ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല അബ്സോർപ്ഷൻ, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി. അതായത് എന്താ പറയുക, ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സാധനം, അതായത് ഒരു ബ്രാൻഡിങ് വൈസ്. പിന്നെ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് മസിൽ ടെക്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് ഞാനൊരു ഓഫർ കിട്ടിയപ്പോൾ, അതായത് ക്ലിയറൻസ് സെയിലിൽ വെച്ചപ്പോൾ മേടിച്ചതാണ്. ഇത് നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ ബയോ എൻസൈം പെർഫോമൻസ് വേയ്. ഇതിൻ്റെ ഫ്ലേവർ തീരെ പോരാ ഗൈസ്, എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റ് ഹേസൽനട്ട്, ഇതും ഫ്ലേവർ അത്ര പോരാ. ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഫ്ലേവറാണ് ഹേസൽനട്ട്. എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഹേസൽനട്ടിൻ്റെ ഫ്ലേവറും കിട്ടത്തില്ല എന്നല്ല, നമുക്കൊരു ടേസ്റ്റ് ഹേസൽനട്ട് കിട്ടത്തില്ല, അതിലേക്ക് വരുന്ന രീതിക്ക് ഒരു ടേസ്റ്റ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. മാത്രമല്ല ഇത് ഇച്ചിരി കൂടി എന്താ പറയുക, ഇതിൻ്റെ അബ്സോർപ്ഷൻ എനിക്ക് ബോറായിട്ടോ. അബ്സോർപ്ഷൻ എന്ന് പറയാൻ ഉദ്ദേശിച്ച മിക്സിങ്, വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സംഭവമില്ലേ, അത് ഇച്ചിരി ബോറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇച്ചിരി കൂടി നമ്മൾ മാക്സിമം ഷെയ്ക്ക് ചെയ്താൽ പോലും ഇത് പിന്നെയും മറ്റേ എന്താണ് ഡോട്ടായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. മിക്സബിലിറ്റി നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഇത് പിന്നെ ഇതായിരിക്കും. ഇതിൻ്റെ മിക്സബിലിറ്റി അത്ര പോരാ ഗൈസ്. അത് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഷെയ്ക്കറിൽ അടിച്ചിട്ട് അധികം അത് സെറ്റ് ആവത്തില്ല. ഞാൻ പിന്നെ നേരെ വെള്ളം ഒഴിക്കും, ഒരു സ്കൂപ്പ് എടുക്കും, എന്നിട്ട് അത് മിക്സിയുടെ മറ്റേ ജാറില്ല, അതിലിട്ടിട്ട് നേരെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ സെറ്റാണ്, ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്. അത് തീരെ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്തിരി കൂടി അതായത് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇച്ചിരി കൂടി മിക്സബിലിറ്റി ഇച്ചിരി കൂടി ശോകമാണ് ഇതിൻ്റെ കമ്പയറിംഗിൽ. പക്ഷേ ഇതെനിക്ക് വില കുറച്ച് കിട്ടി. പക്ഷേ ഞാൻ ഈ ഒരു ഫ്ലേവർ ഈ ഫ്ലേവറെ ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഈ ചോക്ലേറ്റ് ഹേസലിനായിട്ട് ഈ ഫ്ലേവർ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ബോറാണ് കേസ്. ഈ ഫ്ലേവർ ശോകമാണ്. നിങ്ങൾ വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവർക്ക്, പക്ഷേ ഞാൻ ഇത് മാത്രം അതും ക്ലിയറൻസ് സെയിലിന് കിട്ടിയതുകൊണ്ട് മേടിച്ചതാണ്. മസിൽ ബ്ലേസ് കൊള്ളാട്ടോ, നല്ലതാണ്, പക്ഷേ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മിക്സബിലിറ്റിയും ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ വിലയിലും റേറ്റ് കുറവാണ്, കാരണം ഇത് 2800 രൂപ സംതിങ് ആണ്. ഇത് 1 കിലോയുടെ പാക്കാണ്, പക്ഷെ എനിക്ക് 2400 രൂപ അന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്, അല്ല ഞാൻ മേടിക്കില്ലായിരുന്നു. ആ ഒരു ഓഫർ ക്ലിയറൻസ് സെയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇതും ഇതുണ്ടോ, ഈ ക്രിയാറ്റിൻ നിങ്ങൾ കണ്ടോ, ഇതും കൂടി ഒരുമിച്ച് മേടിച്ചതാണ്. ക്രിയാറ്റിനും അതേപോലെ തന്നെ ഇതും കൂടി ഒരുമിച്ച് മേടിച്ചതാണ്. മീൻസ് ഒരു കോംബോ പാക്കായിട്ട് ഏകദേശം എനിക്ക് 7000 സംതിങ് വന്ന്. അതായത് നമുക്ക് ഏകദേശം ഇത് വരുന്ന വെയിറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 2.27 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ അതിൻ്റെ ഒപ്പം ഇതും കൂടി 7000 റുപ്പീസ്. നല്ല കോസ്റ്റ്ലിയറാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ശരിക്കും വേ പ്രോട്ടീൻ 1 സ്കൂപ്പ്, മുമ്പൊക്കെ 2 സ്കൂപ്പൊക്കെ വെച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ അതത്ര 2 സ്കൂപ്പ് കുഴപ്പമില്ല, പക്ഷെ ഞാൻ 1 സ്കൂപ്പാണ് ഇപ്പോൾ കൺസ്യൂം ചെയ്യണം. പിന്നെ എന്താ പറയുന്ന ഒറ്റ സെർവിങ് ക്രിയാറ്റിൻ, അത് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ക്രിയാറ്റിൻ അടിക്കുന്നത്. ഇത് ഒരു സ്കൂപ്പ് എന്ന് പറയുമ്പോൾ 3 ഗ്രാം ക്രിയാറ്റിൻ അത്രയും മതി. ക്രിയാറ്റിന് ഒരു പരിധി കൂടുതൽ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്നത് അത്ര നല്ലതല്ല. ചിലവർ 5 ഗ്രാം 6 ഗ്രാം അത്യാവശ്യം ഭയങ്കര ഭയങ്കര ഫിസിക്കൊക്കെ ഉള്ള അത്ലറ്റിക് ടൈപ്പ് ബോഡി ഉള്ളവരൊക്കെ അവർക്ക് ഓക്കെ, അവർക്ക് കുഴപ്പമുണ്ടാവില്ല കുറേ, കാരണം അവരൊക്കെ കൂടുതൽ ഡോക്ടർ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു നോർമൽ കേസിൽ ഞാൻ പറയുന്ന പെർ ഡേ ഒരു 3 ഗ്രാം, അത് ഒന്നില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷം. ഞാൻ എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട്സിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. വർക്കൗട്ടിന് ശേഷം
കൺസ്യൂം ചെയ്യണത് ബെറ്റർ ആണ്. അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ജസ്റ്റ് വെള്ളത്തിൽ കുടിക്കണം. ഇത് ഫ്ലേവർ ഇല്ല കേട്ടോ, ഇതിൽ വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല, ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. നോൺ ഫ്ലേവർ ഉള്ളതുണ്ട്, അത് ഞാൻ മേടിച്ചിട്ടുള്ള ഫ്ലേവറില്ലാത്ത. നമുക്കൊന്ന് കഴിക്കാം കഴിച്ചു. ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ കുറേ ആയല്ലോടെ. പക്ഷേ നമുക്ക് ആദ്യം വെള്ളം എടുക്കാം, വെള്ളത്തിന് തുറക്കാം. ഞാനേ കുപ്പി നിറച്ച് ഫ്രീസറിലേക്ക് കയറ്റും കഴിച്ചു. അതാകുമ്പോൾ നല്ല ചിൽഡായിരിക്കും. ഏകദേശം നമുക്ക് 260 300 ഗ്രാം കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ ഈ ക്രിയാറ്റിൻ, വേ പ്രോട്ടീനൊക്കെ എടുക്കുമ്പോൾ ഗൈസ് നിങ്ങൾ പച്ചക്കറി കൺസ്യൂം ചെയ്യാൻ മാക്സിമം നോക്കുക. അതായത് ഫൈബർ കണ്ടൻറ്റ്, എസ്പെഷ്യലി ഈ ടൊമാറ്റോ, ക്യാരറ്റ്, കുക്കുംബറൊക്കെ കുറവാണ് ഫൈബർ കണ്ടൻറ്റ് വേണം. അല്ലെങ്കിൽ ഗൈസ് പൈൽസ് പോലത്തെ അസുഖങ്ങൾ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അനുഭവമുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. സോ അതുകൊണ്ടാണ് പൾസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവരൊക്കെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ജിമ്മിൽ വെച്ച്. ഒരു സ്കൂപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒപ്പം ക്രിയാറ്റിൻ കറക്റ്റ് നമുക്ക് 3 ഗ്രാം മതി. നത്തിങ് മോർ നത്തിങ് ലെസ്. ഓക്കെ, അതുകൊണ്ട് ഷേക്ക്. ഇത് നന്നായിട്ട് കുളിക്കണം, നല്ല രീതിക്ക് കുളിക്കണം. കുലുക്കി ഇവിടെ കൈ കയക്കും. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കുളിക്കണം. ആഹാ, ഷേക്ക് പോലെ കിടക്കണുണ്ടോ ഗൈസ്? ഞാനൊന്ന് കുടിക്കട്ടെ. സോ ഇതാണ് നമ്മൾ കുലുക്കി വെച്ച സാധനം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും എനിക്ക് മസിൽ ബ്ലേസിൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയുന്നത് ഫ്ലേവറാണ് കേസ്. ഫ്ലേവർ എനിക്ക് അതിൻ്റെ ഒട്ടും സെറ്റായില്ല. ഇത് ഓക്കെയാണ്, ഇതിൻ്റെ ഫ്ലേവർ പിന്നെ ഓക്കെയാണ്. പക്ഷേ മറ്റേ ചോക്ലേറ്റ് ഫുഡ് അടിപൊളിയാണ് മസിൽ ടെക്കിൻ്റെ. പക്ഷെ അത് റിപ്പിഡ്, ആ ഫ്ലേവർ വരുന്ന റിപ്പിഡിൽ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് വേറെ ഉണ്ട്, ഈ BCAA മിക്സ് വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ആ ഫ്ലേവർ അവൈലബിൾ അല്ല, റിപ്പിഡിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഫാറ്റ് ലോസ് അറിയാലോ, നല്ല തടിയാണ് കേസ്. സെറ്റ്. സോ ഗൈസ്, നമ്മളൊരു അജി ഇവിടെ എത്തിയിട്ടുണ്ട്. മിയ ഇങ്ങോട്ട് നോക്ക്. മിയ ഭയങ്കര ക്ലീനിങ്ങിലാണ് ഗൈസ്. ഇവിടെ ക്ലീനിങ്ങിലാണ് സമയത്ത് എത്ര പേര് വിളിച്ചാലും മൈൻഡ് ചെയ്യില്ല. മിയ ബാ, മിയ ബാ. ചെയ്യപ്പെടാ ഒരു സിപ്പപ്പോൾ ഫുഡ് കാണിച്ചു പിടിച്ചേ ഉളിപ്പ് വരും. ഉണ്ടോ ഇവക്ക് ആക്ച്വലി ഗൈസ്, ഇവക്ക് എന്താ പറയുക, ഏകദേശം 2 വയസ്സായി മിയ മോൾക്ക്. മിയ ഏപ്പെട്ടാ. സോ ഗൈസ്, പ്രോട്ടീൻ കഴിഞ്ഞ് ചായ ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ചായ കൺസ്യൂം ചെയ്യാം. സോ ഗൈസ്, മിയ മോൾ കിടക്കുന്നു. തുറന്നു തരാം മിയ. നീങ്ങ് അക്കപ്പാടി ചൊല്ലിയ സമയം. മിയ വാ. സോ ഗൈസ്, ഞാൻ ഒരു പടം ബുക്ക് ചെയ്താലോ എന്നാലോചിക്കും. ഇതാണ് തലവര. നമുക്ക് ഇന്നത്തെ ഷോ ഹോറമാള് 1 മണിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, 4:30 ഒക്കെയാണ്. ലക്ഷമൊന്നും വേണ്ട, നമുക്ക് PXL മതി.
accept. 150, 120, 190, 430. നമുക്ക് 190 തന്നെ എടുക്കാം. ഈ ഒരു സൂത്രമുണ്ട് കേസ്, ഞാനിതൊരു കാര്യം കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഇവിടെ പോകുമ്പോൾ നമുക്ക് എം കൂപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ അടിക്കണം. ഒരു സെക്കൻഡ് ഒന്ന് അടിക്കട്ടെ. യെസ്, ഇപ്പം നിങ്ങൾ നോക്കിയ കേസ് ഇത് കണ്ടോ, ഒരു 190 റുപ്പീസ് ഡിസ്കൗണ്ട്. യെസ്, വെറും 30 രൂപ കേസ്, 155 രൂപ ബാലൻസ് ഉണ്ട്. ലെറ്റ്സ് പേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഇടാൻ നോക്കാടെ ഗൈസ് മാക്സിമം. ഇതാണ് യെസ് തളവറ ടിക്കറ്റ് കൺഫേംഡ്. 220 രൂപ ഗൈസ്. എൻ്റെ എം കൂപ്പൺ ഉണ്ടായിരുന്നു. എൻ്റെ മറ്റേ PVRൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ചിലവാക്കിയാൽ നമുക്ക് എം കൂപ്പൺ കിട്ടും. സോ ആ കൂപ്പൺ എൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടായിട്ട് കിട്ടിയതാണ് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഇവിടെ കാണിക്കണല്ലോ കേട്ടോ. നമ്മൾ പേ ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഏകദേശം പേ ചെയ്തത് 26-4 രൂപ. അവർക്ക് ഇത് അവർ റിമൂവ് ചെയ്ത് തരില്ല. ശരിക്കും പറഞ്ഞാൽ 300 രൂപയുടെ എം കൂപ്പണാണ്. നമ്മൾ ടിക്കറ്റ് ഏകദേശം ടിക്കറ്റ് 220 രൂപ വിത്ത് ഇൻക്ലൂഡിങ് കൺവീനിയൻസ് ഫീ ആണ്. പക്ഷെ എന്നാൽ പോലും അവർ 300 രൂപയുടെ കറക്റ്റ് നമുക്ക് ഒരിക്കലും എപ്പോഴും കിട്ടണമെന്നില്ല ഈ സീറ്റ്. ഇവിടെ അമ്മാരത്തെ പരിപാടിയാണ് ഈ കേസ്. അവർക്ക് അപ്പോൾ ബാക്കിയുള്ള ഡിസ്കൗണ്ട് ചെയ്ത് തന്നൂടെ. കൺവീനിയൻസ് ഫീ സെപ്പറേറ്റ് കൊടുക്കാൻ വേണം. ഇറ്റ്സ് നോട്ട് ഫെയർ ഗൈസ്. നമുക്ക് മൊത്തം ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടണം. സോ അതാണ് ഗൈസ്. നമുക്കിനി ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കാം. മമ്മി കിച്ചണിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, നമുക്കത് കാണാം. സോ ഗൈസ്, നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് റെഡി ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. മമ്മി ഇത് ഇറച്ചിച്ചോറല്ലേ? വെന്താ ഇറച്ചിച്ചോറാണ് ഗൈസ്. ഈ ഇറച്ചിച്ചോറും ഈ ബിരിയാണി നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞേ. ബിരിയാണിയാ? ബിരിയാണി സെപ്പറേറ്റ് മസാല, സെപ്പറേറ്റ് ചോറ്. ടേസ്റ്റ് ഇതായിരിക്കും അല്ലേ? ഏതാ നല്ലത് പറ. ഇറച്ചിച്ചോറെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ആക്ച്വലി മമ്മീൻ്റെ അടുത്ത് ബിരിയാണി മതി എന്ന് പറഞ്ഞാണ്. പക്ഷെ മമ്മി പറഞ്ഞ് മോനെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക, അതാവുമ്പോൾ അധികം പണിയൊന്നുമില്ല, കുക്കറിൽ പണി നടന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഗൈസ് ഇറച്ചിച്ചോറ്. അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് ഇറച്ചിച്ചോറിന് കിട്ടത്തില്ല ഗൈസ്, അല്ലേ? ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. ബിരിയാണി വേറെ ലെവലാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്ന് രാവിലെ മേടിച്ച ബീഫുണ്ട് ഗൈസ്, ഫ്രഷ് സാധനമാണ്. എന്താ മണം! പിന്നെ കുറച്ച് പപ്പടം അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. മണം അടിച്ച് മിയമോള് വന്നേക്കുന്നത് കണ്ടില്ലേ ഗൈസ് അടുക്കളയിലേക്ക്. നല്ല പപ്പടം പൊടിച്ച് ചോറിൻ്റെ കൂടെ ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ കേസ് ഞാൻ റൂമിലേക്ക് വന്ന് പടം കണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ച് വേറെ ഒന്നുമല്ല, ഹോളിൽ മമ്മി TV വെച്ചേക്കണാണ്, ബിഗ് ബോസ് ഇരുന്ന് തന്നെയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാധനം ഇഷ്ടതേ അല്ല. നിങ്ങൾ ഈ ചോറ് നോക്കിയേ, എന്താ ചോറ്! മാത്രമല്ല ഈ ഇറച്ചി ഉണ്ടോ നല്ല, ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ഇറച്ചി. ഒന്നാമത് ഇത് വളരെ എന്താ പറയുക, ഇളയ കിടാവിറച്ചിയാണ്. മാത്രമല്ല ഇത് വേവിക്കണം കേസ്. ഇത് ചിലപ്പോൾ വേവില്ല. ഇപ്പം നമ്മൾ കുക്കറിലാണെങ്കിൽ പോലും വേവുണ്ട് ഇതിന്, ഇറച്ചിക്ക് അത്യാവശ്യം വേവുണ്ട്. കിടാവാണ് എന്നാൽ പോലും ഇത് കട്ടിയാവേ, നല്ല വെന്ത ഇറച്ചിയാണ്. അതിൻ്റെ ഒപ്പം പപ്പടം, കച്ചുമ്പറും കൂടി വേണമല്ലോ. കച്ചുമ്പറം ഉണ്ടാക്കിയില്ല മീൻ.
ആഹാ വാട്ട് എ ബ്യൂട്ടി. അടിപൊളി. ഒരു ഇതും കൂടി വേടെ കച്ചുമ്പറും കൂടി വേണമായിരുന്നു ഗൈസ്. കച്ചുമ്പറും കൂടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റാണ്. ഇട്ടിക്കാച്ചി ടേസ്റ്റ് നമ്മുടെ ബിരിയാണി പോലെ അല്ല ഗൈസ്. ഇത് അത്യാവശ്യം നല്ല ഡിഫറെൻറ്റാണ്. ബിരിയാണീനേക്കാളും നന്നായിട്ട് ഇതിൻ്റെ രുചി വ്യത്യാസമാണ്. ഇറച്ചി ചോറ് ഉണ്ടാക്കി നോക്കുക ഗൈസ്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഈ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇറച്ചിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ ശരിക്കും ഇച്ചിരി കൂടി സമയം കുറവാണ്. മറ്റേ ബിരിയാണീനേക്കാളും കുറച്ചും കൂടി ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ സമയം കുറവാണ്. പെട്ടെന്നാവും. കുക്കറിലല്ലേ ബിരിയാണി. ആരും കുക്കറിൽ ഉണ്ടാക്കൂലല്ലോ, മറ്റേ ചെമ്പിലല്ലേ ഉണ്ടാക്കണം. എങ്കിൽ ടേസ്റ്റ് എങ്കിലല്ലേ കിട്ടുള്ളൂ, ദമ്മാക്കൂലേ. ഇത് അങ്ങനെയല്ല. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. മാത്രമല്ല പെട്ടെന്ന് പണി കഴിയും. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കൂടെ ഞാൻ ഉണ്ടാക്കും. ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. അത് ബിരിയാണി ഇറച്ചി ചോറൊന്നുമല്ല. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. കിഡ്ലനായിട്ട് ഉണ്ടാക്കും. നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ. ഇനി വൈകുന്നേരം 5:35 സംതിങ്ങിനാണ് ഫോറം മാളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണം. മറ്റേ തലവരക്ക. അതിന് പോയിട്ട് അതിൻ്റെ റിവ്യൂ പറ്റിയാലും മാക്സിമം ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഫിയർ മറ്റേ ഫിയർ അതാണ്, അതൊക്കെ ഉണ്ട്. ശരി ഗൈസ്, അപ്പോൾ ബൈ.